ഇന്ത്യയിലെ ആൾക്കാരെ ഞെട്ടിച്ച അർണാബ് ഗോസ്വാമിയുടെ ചില ഡിബേറ്റ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഇൻഡോറിൽ ഒരു ബി.ജെ.പി. എം.എൽ.എയുടെ മകന്റെ ആഡംബര വിവാഹ പാർട്ടിയിൽ 10 മിനിറ്റ് നീണ്ടുനിന്ന വെടിക്കെട്ടിന് 70 ലക്ഷം രൂപയോളം അദ്ദേഹം ചെലവഴിച്ചു. ഇതിന് അഗെൻസ്റ്റായിട്ട് അർണബ് ഗോസ്വാമി തന്റെ ഡിബേറ്റിൽ പോയിന്റ്സ് നിരത്തി അദ്ദേഹം വാദിക്കുന്നു. ഇതിന് അഗെൻസ്റ്റ് അദ്ദേഹം സംസാരിച്ചു. റീസെൻ്റ് ആയിട്ടുള്ള ഇൻഡിഗോ എയർലൈൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ പരിഹരിക്കുന്നതിനായിട്ട് ടർക്കി എന്ന കൺട്രിയിൽ നിന്ന് 5 വിമാനങ്ങൾ സർവീസ് നടത്താൻ വേണ്ടി ലീസിനെടുത്തിരിക്കുന്നു. എന്നാൽ ഇത് ശരിയാണോ എന്ന് അർണാബ് ഗോസ്വാമി ചോദിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ടർക്കി എന്ന കൺട്രി പാകിസ്ഥാനെ അനുകൂലിച്ച ഒരു കൺട്രിയാണ്. പാകിസ്ഥാന് പിന്തുണ നൽകിയ ഒരു രാജ്യമാണ് ടർക്കി. അതുകൊണ്ട് തന്നെ അവരുടെ സേവനങ്ങൾ ഇനി മുതൽ വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ ടർക്കിയുടെ എയർലൈൻസ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം തൻ്റെ ചാനലിലൂടെ ചോദിക്കുന്നു. ഡൽഹിയിൽ എയർ പൊല്യൂഷൻ കാരണം ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെയും അദ്ദേഹം പ്രധാനമന്ത്രിയോട് തന്നെ നേരിട്ട് ചോദിക്കുന്നു, എവിടെയാണ് അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റേഴ്സ്, എന്തുകൊണ്ട് അവർ ആക്ട് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം ശക്തമായ ഭാഷയിൽ തൻ്റെ ഡിബേറ്റിൽ അദ്ദേഹം എതിർത്ത് തന്നെ സംസാരിക്കുന്നു. ആരവല്ലി പർവ്വതനിര എന്ന് പറയുന്നത് ഏകദേശം 670 കിലോമീറ്ററോളം നീളമുള്ള ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച് ഹരിയാനയിലൂടെയും രാജസ്ഥാനിലൂടെയും കടന്നുപോയി അഹമ്മദാബാദ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു നീണ്ട പർവ്വതനിരയാണ്. എന്നാൽ ഏറ്റവും പുതിയ സുപ്രീം കോടതി ഓർഡർ അനുസരിച്ച് 100 മീറ്ററിൽ താഴെയുള്ള സ്ഥലങ്ങൾ ഈ ആരവല്ലി നിരയുടെ ഭാഗമല്ല എന്ന രീതിയിൽ പുതിയ നിയമം വന്നിരിക്കുന്നു. ഇതനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കും മൈനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഈ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. പക്ഷേ അത്തരത്തിൽ മൈനിങ് വർക്ക്സ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാട് തരത്തിലുള്ള എൻവയോൺമെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുടനീളം ഈ സ്ഥലങ്ങളിൽ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇപ്പോൾ അർണബ് ഗോസ്വാമി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ടും സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ടും അദ്ദേഹം തൻ്റെ ചാനലിലൂടെ സംസാരിച്ചു.